എന്റെ ഈ കട തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, എന്നിട്ട് ഒറ്റ മനുഷ്യൻ പോലും കയറുന്നുണ്ടോ? ഈ ഒരാഴ്ചയിൽ എത്ര 2-3 പേര് ആകെ ഇതുവരെ കയറിയിട്ടുള്ളൂ. ഓരോ ദിവസം എത്ര 2-3 പേരും കണ്ടേ കയറിയിട്ടുള്ളൂ. സാധനങ്ങളെല്ലാം കൂടെ ഇരുന്ന് ഇനിയും കേടായി പോകുന്നു ആർക്കറിയാം. എത്ര നാളത്തെ സേവിങ്സ് കൊണ്ട് ഉണ്ടാക്കിയ കടയത് ഒറ്റ മനുഷ്യൻ പോലും കയറുന്നില്ല. എന്തായാലും 1 മാസം കഴിയുമ്പോൾ എന്തായാലും ക്ലച്ച് അടിക്കുമായിരിക്കും. ബാലിച്ചേട്ടൻ പുതിയ കടയൊക്കെ തുടങ്ങിയോ? ഞാൻ പുതിയ കടയൊക്കെ തുടങ്ങി പിള്ളേരെ. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? കച്ചവടമൊക്കെ ഉണ്ടോ? വലിയ കച്ചവടമൊന്നും ഇല്ല പിള്ളേരെ. ഈ ഒരാഴ്ചയായിട്ട് ആകെ ആണെങ്കിൽ എത്ര ഒരു ദിവസത്തെ 2-3 ആൾക്കാരെ മാത്രമേ എന്റെ കടയിൽ കയറുന്നുള്ളൂ. പിന്നെ പിള്ളേർ നിങ്ങളെയും കയറുന്നുണ്ടല്ലോ, അത് മതി. അല്ല പിള്ളേർ നിങ്ങൾക്ക് എന്താ വേണ്ടേ? അല്ല പിള്ളേരെ തുമ്പി വന്നില്ലേ? ഇല്ല, അവളാണെങ്കിൽ എന്താ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുക. അവളിപ്പോ ഈ കൺമണിമോളെ പോലെ തന്നെയായി, കാർട്ടൂൺ കാണും എപ്പോഴും. അല്ല പിള്ളേർ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ കൺമണിമോൾക്കാണെങ്കിൽ ഒരു ചോക്ലേറ്റ് പിന്നെ ഉപ്പും ഗരം മസാലയും. ശരി പിള്ളേർ, ഞാൻ എടുത്തിട്ട് വരാം. ഹായ് ചേട്ടാ, കുറെ ജ്യൂസ് ഒക്കെ ഇരിക്കുന്നതേ, അതൊക്കെ വാങ്ങിച്ചാലോ? എടി കൺമണിമോൾ, നിനക്ക് ജ്യൂസ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പറയത്തില്ലായിരുന്നോ? ഇപ്പൊ ഉപ്പും ഗരം മസാലയും പിന്നെ ചോക്ലേറ്റ് വാങ്ങിയാൽ മാത്രമുള്ള പൈസ ഉള്ളൂ, അത്ര എടുത്തുള്ളൂ. എന്നാ ചേട്ടൻ നമുക്ക് കടം പറഞ്ഞാലോ? ഒന്ന് പോടി എടുത്തു. ഒന്നാമത് ഇയാൾക്കാണെങ്കിൽ കച്ചവടമൊന്നും ഇല്ലെന്ന് പറഞ്ഞേ. ഞാൻ എന്നോട് കടം കൂടെ പറഞ്ഞ നഷ്ടമല്ലേ? ചേട്ടാ പ്ലീസ് ചേട്ടയ്ക്ക് ജ്യൂസ് വാങ്ങിച്ചേരാവോ? എടി കൺമണിമോൾ, നമുക്ക് എന്നാലേ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ നിന്റെ ചോക്ലേറ്റ്, അതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണെങ്കിൽ ഞാൻ എന്തായാലും ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു. നീ വീട്ടിൽ നിന്ന് കേട്ടാ. ശരി ചേട്ടാ. ബാലുച്ചേട്ടൻ കുറെ നേരമായല്ലോ സാധനങ്ങൾ എടുക്കാൻ പോയിട്ട്. എന്താ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങിയേ നീ? അതെ ചേട്ടൻ എത്തി. എന്നാ പിള്ളേർ നിങ്ങൾ പറഞ്ഞ സാധനം. അല്ല ചേട്ടാ, എത്ര രൂപയായി? 50 രൂപയായി. എന്നാ ചേട്ടാ പൈസ. എന്നാ ശരി ചേട്ടാ, ഞങ്ങൾ പോവാണേ. ശരി പിള്ളേരെ. അയ്യോ, അങ്ങനെ ഒരു കച്ചവടം കിട്ടിയല്ലോ, ഭാഗ്യം. ഇന്നിതാണെങ്കിൽ 3ാമത്തെ കച്ചവടം. ഈ ഒരാഴ്ചയുടെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഇത്രയും കച്ചവടം ഉണ്ടാവും, 3 കച്ചവടം. ഇപ്പൊ ഇതുവരെ എത്ര കിട്ടി കാണും? 10-250 കിട്ടി കാണത്തുള്ളല്ലോ. പക്ഷേ എന്റെ സേവിങ്സ് കൊണ്ടല്ലേ ഞാൻ ഈ കട തുടങ്ങിയത്. തുടങ്ങണ്ടായിരുന്നു. അതെന്തേലും ആട്ടെ. അല്ലടി കൺമണിമോളെ, നിന്റെ കയ്യിൽ ഇരുന്ന് ചോക്ലേറ്റ് തിന്ന് തീർത്താ? ഞാൻ വേണ്ടായിരുന്നു ചോക്ലേറ്റ്. എനിക്ക് വേണ്ട ചോക്ലേറ്റ്. മധുരം ഒന്നും വയ്യ. ചേട്ടാ ജ്യൂസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ വീട്ടിൽ ചെന്നിട്ട് ജ്യൂസിനുള്ള പൈസ എടുത്തു ഞാൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാം. അല്ല ചേട്ടൻ ജ്യൂസ് വേണ്ട, രാത്രിയായാലും എനിക്ക് നീ ചേട്ടനെ വിടാൻ പേടിയാ. എന്തായാലും സാരല്ലേ കൺമണിമോളെ, നീ എന്തായാലും പറഞ്ഞല്ലേ ജ്യൂസ് വേണം, അതുകൊണ്ട് എന്തായാലും വാങ്ങിച്ചിട്ട് വരാം കേട്ടാ. ശരി ചേട്ടാ, വേണമെങ്കിൽ ഞാൻ വരട്ടെ. വേണ്ടേ, ഇപ്പൊ തന്നെ നീ ആണെങ്കിൽ നടന്ന് ക്ഷീണിച്ചില്ല. ഇനി എന്തായാലും വീട്ടിൽ ചെന്നപ്പോ വയ്യാകത്തില്ലേ? എന്തായാലും ഞാൻ തന്നെ പൊക്കോളാം കേട്ടാ. കൺമണിമോളാണെങ്കിലേ തുമ്പിയുടെ അടുത്ത് വരുന്നിട്ടാണെങ്കിലേ കാർട്ടൂൺ കണ്ട കേട്ടാ. ശരി ചേട്ടാ. എന്നാ വാടി നടക്ക്. എടുത്തുമ്പോ ഈ കൺമണിമോൾക്കാണെങ്കിലേ ജ്യൂസ് വേണമെന്ന്. ജ്യൂസിനുള്ള പൈസ എടുത്തില്ലായിരുന്നല്ലോ. ഗരം മസാലയ്ക്ക് ഉപ്പിനും പിന്നെ ചോക്ലേറ്റിന് വേണ്ടി മാത്രമുള്ള പൈസ അല്ലേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കട ചെന്നപ്പോ. ഞാൻ എന്തായാലും ഇനി ജ്യൂസ് വാങ്ങിയാൻ വേണ്ടി പോവാം. ചേട്ടാ എനിക്കൂടെ ഒരു ജ്യൂസ് വാങ്ങിക്കണേ. എനിക്കും വേണം, കൺമണിമോൾക്കും വേണം, നിനക്കും വേണം അല്ലേ? അപ്പൊ 3 ജ്യൂസ്. എടി എത്രയുടെ ജ്യൂസ് ആയിട്ട് നിനക്ക് വേണ്ടേ? എനിക്ക് ചേട്ടാ, എനിക്ക് 20 രൂപയുടെ. എന്നാ എനിക്ക് 20 രൂപയുടെ മതി. എനിക്ക് 20 രൂപയുടെ ജ്യൂസ് മതി. അപ്പൊ ടോട്ടല് 60 രൂപ കൊണ്ടുപോകണം 3 ജ്യൂസിന്. അപ്പൊ 20 രൂപയുടെ ജ്യൂസ് 3 എണ്ണം, അപ്പൊ 60 രൂപ. ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ട് വരട്ടെ. എടി വാടി കൺമണിമോളെ, നമുക്ക് കാണാൻ കാർട്ടൂൺ. ഏത് കാർട്ടൂൺ ചേച്ചി? ഡോറബുജിയാണോ? അതെടി, ഡോറബുജി ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ. വേറെ കാർട്ടൂൺ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഇപ്പൊ ഡോറബുജി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങുന്നുള്ളൂ, വാ പെട്ടെന്ന് കാണാം. എടി കൺമണിമോളെ, എനിക്ക് ഇപ്പഴാ കാർട്ടൂണിന്റെ ഭംഗി മനസ്സിലായത്. ഞാനാണെങ്കിൽ നേരത്തെ ചേട്ടനോട് സിനിമയല്ലേ കാണത്തുള്ളായിരുന്നു. എന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ കാർട്ടൂൺ കാണുമായിരുന്നു, പിന്നെ അങ്ങ് മടുത്തിൽ. ഇപ്പഴാ രസമുണ്ട് ഡോറബുജി. നിങ്ങളൊക്കെ പറയാൻ ചുമ്മാ അല്ല, അതുകൊണ്ടല്ലേ പറയുന്നത് ഇങ്ങോട്ട് നല്ല രസമൊന്ന് കാർട്ടൂണൊക്കെ. അപ്പൊ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞ ഓടിച്ചു വിട്ട് സിനിമ ഒക്കെ വെക്കുന്നത്. ഹായ്, ഫസ്റ്റ് തന്നെ എന്ത് രസമാ ഡോറബുജി കാണാൻ. ശരിയാ ചേച്ചി, ചെറുതായിട്ടൊന്ന് കണ്ടു തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും അടിപൊളി. ഇന്നത്തെ എവിടെയാണോ എന്തോ ഡോറബുജി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതെന്തായാലും കാണാൻ കൊതി വന്നിട്ട് പോയാ. എവിടെ ആർക്കും പോകുന്നു ഇനി? മഞ്ഞത്താഴ്വരയിലേക്കാണോ ഇനി? അത് ഇനി വലിയ കോഴി ഫാമോ? എന്തായാലും ജ്യൂസ് വാങ്ങിച്ചു, ഫ്രൂട്ടേ കിട്ടിയത്. ഇനി എന്തായാലും പെട്ടെന്ന് വീട്ടിൽ ചെല്ലട്ടെ, ഭയങ്കര ഇരുട്ടായി. ഹായ്, അടിപൊളി കാർട്ടൂൺ. ഡോറബുജി എന്റെ അടിപൊളി കാർട്ടൂൺ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ്. ദേ കിങ്ങിണി പൂച്ച ഒന്നും തോന്നല്ലോ. അവൾക്ക് എന്തായാലും ഇച്ചിരി ക്യാറ്റ് ഫുഡും ചോറും കൊടുക്കാം. ഇവര് കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി കണ്ടില്ലേ? നമ്മളിതേ ഫുഡിന്റെ തിട്ട് മൊത്തം തീർക്കാനുള്ള പരിപാടി ഇവർക്ക്. ഇവര് അങ്ങനെ ഇപ്പൊ വിടാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങള് നേരത്തെ ഓടി നടന്നവരെ ഇപ്പത് ഇവർ വീട്ടിൽ കയറി ഇരിക്കുന്നത്. എല്ലാത്തിനും കാരണം ആ കടക്കാരനാ. ആ കടയിൽ പോയണ്ടല്ലേ ഞങ്ങൾ ഇപ്പത് ഈ വീട്ടിൽ എത്തിയത്. ഏത് അടുക്കളയാണ് എന്തോ കണ്ടിട്ട് തന്നെ പേടി വന്നിട്ട് വയ്യ. നമ്മളെ രണ്ടുപേരും ഓരോ കളിക്കാത്തൊക്കെ ഇട്ട് തീർക്കാനുള്ള പരിപാടി ഇവരെ. പണ്ട് കണ്ടിട്ട് തന്നെ പേടി വന്നിട്ട് വയ്യ. ഇവിടെ ഉള്ള എല്ലാത്തിനും വക വരുത്തണം. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കിങ്ങിണിപ്പൂച്ചയ്ക്ക് ഫുഡും കൊടുത്ത് അവളുടെ കൊച്ചുങ്ങൾക്ക് എല്ലാ ഫുഡും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇനിയും കുറച്ചേരം പോയി റെസ്റ്റ് എടുക്കാം. അതെന്താ ആരോ സംസാരിക്കുന്ന പോലെ തോന്നുന്നു? ഈ വീട്ടിൽ തന്നെ വേറെ ആരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വേറെ എന്തോ സംസാരിക്കുന്നെന്തോ ചളബല ചളബല എന്നൊക്കെ സംസാരിക്കുന്നത്. അതെന്തായാലും ആട്ടെ
ചിലപ്പോ എനിക്ക് തോന്നിയത് വല്ലതും ആയിരിക്കും. ഇന്ന് എല്ലാത്തിനും പണി കൊടുക്കണം. ഞാൻ എത്തി. ഞാനാണെങ്കിൽ ജ്യൂസ് ഫ്രിഡ്ജ് വെച്ച് നമുക്ക് തണുത്തിട്ട് കുടിക്കാം. ഇവരൊന്നും ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റി? അയ്യോ എന്റെ മറ്റേ ഗർമറല്ലേ ഇത്? ഞാൻ എന്തോ വാങ്ങിച്ച സാധനത്തിനെ പോലെ തന്നെ. നമ്മൾ രണ്ടുപേരാണെങ്കിലും നമ്മുടെ ബാലിച്ചേട്ടന്റെ കടയിൽ പോയില്ലേ, അവിടെ നമ്മൾ എന്താ വാങ്ങിച്ചറിയാതെ ഉപ്പും പിന്നെ ഗരം മസാലയും പിന്നെ ചോക്ലേറ്റും. ഞാൻ വാങ്ങിച്ച ഉപ്പും ഗരം മസാല പോലെ തന്നെ ഇരിക്കുന്നത്. അതെ, നീ വാങ്ങിച്ച ഉപ്പും ഗരം മസാലയും തന്നെ ഞങ്ങള്. വെറും ഉപ്പും ഗരം മസാലയില് ഗരമറ. അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ്. നിന്നെയൊക്കെ ഞങ്ങളെ എങ്ങനെ വക വരുത്തായിരിക്കും? ഞങ്ങളെ കറിയിലിട്ട് തീർക്കാനുള്ള പരിപാടിയല്ലേ നിനക്കൊക്കെ. അതിന് ശിക്ഷയായി നിന്നെയൊക്കെ ഞങ്ങളൊന്ന് വക വരുത്താൻ വേണ്ടി പോവാ. ആഹാ മക്കളെ, നിങ്ങളിവിടെ ഇപ്പൊ ഉണ്ടായിരുന്നോ? അമ്മൂമ്മ ഞങ്ങൾ നോക്കുന്ന ഡയറക്ഷനിലോട്ട് നോക്കി ആരാണ്? അയ്യോ എന്റെ പിള്ളേർ, ഇത് ആരും ഇത് മറ്റേ ബ്രെയിൻ റൂട്ട് ആനിമലല്ലേ ഗർമറ. ആ അതെ അമ്മൂമ്മ, ഇത് മറ്റേ ബ്രെയിൻ റൂട്ട് ആനിമൽ ഗർമറ. അതെ, ഞങ്ങളുടെ പേരാണ് ഗർമറ. ആഹാ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? മക്കളെ രമേശേട്ടനാണെങ്കിൽ ഇന്ന് താമസിച്ച് വരത്തുള്ളൂ, എന്തോ എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടെന്ന്. അമ്മ മേളോട്ട് നോക്കി ആരാ നിക്കുന്നത്? മേളോട്ട് നോക്കാനെന്ന് അവിടെ എന്താ? അയ്യോ അമ്മകൾ നോക്കിക്കേ. എന്റെ ഭഗവാൻ, ഇത് മറ്റേ ബ്രെയിൻ റൂട്ട് ആനിമൽ അല്ലേ ഗർമറ. അതെ, ബ്രെയിൻ റോട്ട് ആനിമലേ ഞങ്ങള് ഗർമറ. നിങ്ങളെല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെ രണ്ടുപേരെ കറിയിലിട്ട് തീർക്കാന്നല്ലേ? അതിന് നടക്കത്തില്ല. നിങ്ങൾ ഞങ്ങൾ തീർക്കേണ്ടി വരും. നിങ്ങളെ ഞങ്ങൾ തീർക്കാൻ പോവാ. നീയൊക്കെ എന്തിനാ എന്നെ വാ? അമ്മ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഉപ്പും ഗരം മസാല ഈ ഡാൻസ് ചെയ്തത്. ഉപ്പും ഗരം മസാല വെറും ഉപ്പും ഗരം മസാലയാണോ ഇത്? ഗർമറ ഇത്. അയ്യോ കടയിലെ ബാലച്ചേട്ടനെ കണ്ട അറിയത്തില്ലായിരുന്നു ഇത് ഗർമറയാണ്. ആ കടയിലെ ആള് കാരണം ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാരും വക വരുത്താൻ വേണ്ടി പോന്നേ. അയാൾക്ക് മര്യാദക്ക് ഞങ്ങളെ കണ്ടുവരുന്നെങ്കിൽ അയാൾക്ക് മര്യാദക്ക് ഇറക്കി വിടത്തില്ലായിരുന്നു. ഞങ്ങളെ ഇവിടുന്ന് ഓടിച്ചു വിടുവായിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ. ഞങ്ങളെ തീർക്കാൻ നോക്കി എല്ലാവരും ഞങ്ങള് വക വരുത്തും. ഗർമറ. നിങ്ങളെ വെറുതെ വിടണമെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ കേട്ടണം കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, സിമ്പിളാ. എന്നെ നിങ്ങൾ ഈ കഥ എന്ന് പറഞ്ഞെങ്കിൽ വെളിയിലേക്ക് വിട്ടാൽ മതി. നിങ്ങളെ ഞാൻ പിന്നെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അതെ, ഞങ്ങൾ സത്യം തന്നെയാ പറയുന്നത്. ഞങ്ങളെ തീർക്കാൻ നോക്കിയാൽ മാത്രമേ ഞങ്ങൾ തീർക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ തീർക്കാൻ നോക്കുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ ഇറക്കി വിടാനല്ലേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യത്തില്ല. ഗരം മസാല ഉപ്പ് എന്തായാലും ഇനി ഇഷ്ടം പോലെ എല്ലാ കടയിലും ഉണ്ടല്ലോ, അവിടുന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ എന്തായാലും പൊക്കോ. ഞങ്ങൾക്ക് കഥ ഒന്നും നോക്കാറില്ല. മര്യാദക്ക് കഥ പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളെല്ലാരും വക വരുത്തും. വക വരുത്തണോ? അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ കഥ തുറന്നു തരാം. അമ്മ ഞാൻ പോയി കഥ തുറന്നു കൊടുക്കാം. ഞാൻ കഥ തുറന്നിട്ടുണ്ട്, നിങ്ങൾ പൊക്കോ. ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഏത് കടയിൽ നിന്ന് ഉപ്പും ഗരം മസാല വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിട്ട പോലെ അന്ന് ചിലപ്പോ ഞങ്ങൾ വെറുതെ വിടത്തില്ല നിങ്ങളെ കേട്ടോ. ഗർമറ. ഞങ്ങൾ എന്തായാലും പോവാനി. ഇനി എന്തെങ്കിലും കാണും നിങ്ങളെ, അന്ന് നിങ്ങളെ ഞാൻ വക വരുത്തുകയും ചെയ്യും. നിൽക്കും നിങ്ങള്. ശരി എന്നാ ഞങ്ങൾ പോവുക. നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ കാണാം കേട്ടോ. എല്ലാവർക്കും ഒന്ന് ബൈ. എന്റെ അമ്മ ഞങ്ങളെ രക്ഷപ്പെട്ടല്ലോ. ഇനി എന്തിനാ എല്ലാരും പേടിച്ചിരിക്കുക? എല്ലാരും ചിരിക്കേ.